ഈ പുഴയും കടന്ന സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പൊക്കെ തന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അങ്ങനെ യമുനയെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ചതിന് വിശാലിൻ്റെ പേരിൽ യമുന കംപ്ലൈൻറ്റ് കൊടുത്തതും പോലീസ് വിശാലിനെ പൊക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. നിവിൻ്റെ സഹായത്തോടെ സ്റ്റേഷനിലേക്ക് എത്തിയ യമുന അവളെ വെച്ച് വിശാലിൻ്റെ കർണക്കുറ്റി നോക്കിയിട്ട് ഒരൊറ്റ ഒന്നങ്ങ് പൊട്ടിക്കുന്നുണ്ട്. പോലീസ് ഓഫീസർ അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും യമുനയും കാവേരിയും വിനീതും നിവിനും കൂടി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ആ സമയത്താണ് ജയബാലനും പ്രവീണയും രാജേശ്വരിയും കൂടി വല്ലാത്ത പേടിയോടുകൂടെ സെല്ലിലിരിക്കുന്ന വിശാലിൻ്റെ അടുത്തേക്ക് വരുന്നത്. അമ്മയെന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് തന്നെ വിശാൽ പ്രവീണയുടെ അടുത്തേക്ക് ഓടി വന്നു. അമ്മേ, എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല അമ്മേ, എന്നെ എങ്ങനെയെങ്കിലും എവിടെ നിന്നും കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞ് നെഞ്ചു പൊട്ടി അങ്ങ് കരയാണ് വിശാല്. ജയബാലനും രാജേശ്വരിയും വല്ലാതെ വിഷമിച്ച് വിശാലിനെ നോക്കി നിൽക്കണേ. മോൻ സങ്കടപ്പെടുന്നത് കണ്ട് പ്രവീണ ആശ്വസിപ്പിക്കുന്നുണ്ട്. ദാ നിന്റെ അച്ഛൻ വന്നില്ലേ, എങ്ങനെയെങ്കിലും നിന്നെ എവിടെ നിന്നും ഇറക്കിക്കൊണ്ടുപോകുമെന്നൊക്കെ പറഞ്ഞു. എന്നാ എനിക്ക് പേടിയാകുന്നു അമ്മയെന്നൊക്കെ പറഞ്ഞ് വിശാല് വീണ്ടും കരഞ്ഞപ്പോൾ ജയബാലൻ ചോദിക്കാണ്, എടാ നീ എന്തിനാടാ ഇങ്ങനെ ഇരുന്ന് കരയുന്നേ? നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ തന്നെയല്ലേ ഞങ്ങൾ വന്നത്, നീ ഒന്ന് ക്ഷമിക്കടാ. ഞങ്ങൾ നിന്നെയും കൂട്ടിക്കൊണ്ട് ഇവിടെ നിന്നും പോവും. നേരെ പോലീസ് ഓഫീസറുടെ അടുത്തേക്ക് ചെന്ന് ജയബാലൻ ചോദിക്കാണ്, സാറേ എൻ്റെ വക്കീൽ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തും. വക്കീൽ വന്ന ഉടനെ തന്നെ എൻ്റെ മോനെ വിടാൻ പറ്റില്ലേ എന്ന് ചോദിക്കാണ്. അന്നേരം പോലീസ് ഓഫീസർ തീർത്തും പറഞ്ഞു, അതൊന്നും നടക്കില്ല ജയബാല, കുറഞ്ഞത് 2-3 ദിവസമെങ്കിലും പിടിക്കും. 2-3 ദിവസമോ എന്ന് ഞെട്ടിക്കൊണ്ട് തന്നെ ജയബാലൻ ചോദിക്കുമ്പോൾ, ജയബാല കേസ് നല്ല സ്ട്രോങ് ആണ്, എനിക്കും ഇതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഓഫീസർ മറുപടി കൊടുത്തു. വക്കീൽ വന്നാലും നടക്കില്ലേ എന്ന് വീണ്ടും ചോദിക്കുമ്പോൾ, അതാ ഞാൻ പറഞ്ഞത്, 2-3 ദിവസമെങ്കിലും ആകാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഓഫീസർ വീണ്ടും അങ്ങ് ഉറപ്പിച്ചു പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ജയബാലൻ വിടാൻ ഭാവമില്ല. എൻ്റെ മകൻ 1 മണിക്കൂർ പോലും ഈ സ്റ്റേഷനിൽ കഴിയാൻ പാടില്ല, എനിക്കവനെ കൊണ്ടുപോയേ പറ്റൂ. അതിനെന്താ വഴിയെന്ന് പറ സാറേ എന്ന് അയാൾ കെഞ്ചിക്കൊണ്ട് ചോദിച്ചു. അന്നേരം പോലീസ് ഓഫീസർ ഒരു വഴി പറഞ്ഞു കൊടുക്കുകയാണ്. കംപ്ലൈൻറ്റ് കൊടുത്തവർ തന്നെ അത് പിൻവലിച്ചാൽ മാത്രമേ ഇനി എന്തെങ്കിലും നടക്കൂ എന്ന്, വേറെ വഴിയൊന്നുമില്ല. എല്ലാവരും ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ രാജേശ്വരി ചോദിക്കുകയാണ്, അവർ വേണമെന്ന് കരുതി തന്നെയല്ലേ കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുന്നത്, എന്നിട്ടിപ്പോൾ ഇനി അവർ ഇത് പിൻവലിക്കുമോ? അന്നേരം ജയബാലൻ ചോദിക്കുകയാണ്, ശരി, അവർ കേസ് പിൻവലിക്കാതെ എൻ്റെ മകനെ എങ്ങനെയാണ് പുറത്തിറക്കുക? ഒരു വഴിയുമില്ല ജയബാല, അവരോട് സംസാരിച്ച് പണം എന്തെങ്കിലും കൊടുത്ത് കേസ് ഒതുക്കാൻ പറയാൻ പറ്റുമോ? അതൊന്ന് ചെയ്തു നോക്ക്. അവർ പിൻവലിച്ചാൽ പിന്നെ പ്രശ്നമൊന്നുമില്ലാന്ന് പോലീസ് ഓഫീസർ പറഞ്ഞു. അതൊന്നും നടക്കില്ല എന്ന് ജയബാലൻ പറഞ്ഞപ്പോൾ, എങ്കിൽ പിന്നെ മകനോട് കോടതിയിൽ പോകാനും സബ് ജയിലിലേക്ക് കിടക്കാനും റെഡിയായിക്കോളാൻ പറ എന്ന് പറഞ്ഞ് പോലീസ് ഓഫീസർ അങ്ങ് കടുപ്പിച്ചു പറഞ്ഞു. ജയബാലനും രാജേശ്വരിയും വല്ലാതെ അങ്ങനെ വിഷമിച്ച് പ്രവീണയുടെ അടുത്തേക്ക് വരുമ്പോൾ, എന്താ പോലീസുകാരൻ പറയുന്നത്? നമുക്ക് വിശാലിനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പ്രവീണ ആകാംക്ഷയോട് ചോദിച്ചു. അന്നേരം രാജേശ്വരി ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്, പ്രവീണെ, വക്കീൽ വന്ന ഉടനെ തന്നെ പോവാമെന്നൊക്കെ പറയും. അച്ഛാ, എനിക്ക് എവിടെ നിന്നും പോകണമെന്നൊക്കെ പറഞ്ഞ് വിശാല വീണ്ടും കരഞ്ഞപ്പോൾ ആകെ അസ്വസ്ഥയായി ഇങ്ങനെ ജയബാലൻ പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടാതിരിക്ക്. അന്നേരം പ്രവീണ പറഞ്ഞു, എൻ്റെ മോൻ അവിടെ കിടന്ന് അനുഭവിക്കുകയാണ്, എന്നിട്ടാണോ ജയബാല അവനോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഉടനെ തന്നെ ജയബാലൻ രാജേശ്വരിയോട് പറയാണ്, രാജി, നീ ഇവിടെ കൂട്ടിക്കൊണ്ടു പോയിക്കോ, കാറിനിരുത്ത്. രാജേശ്വരിയും പ്രവീണയും അവിടെ നിന്നും പോയപ്പോൾ ജയബാലൻ വിശാലിനോട് പറഞ്ഞു, നിന്നെ ഉടനെ തന്നെ ഇവിടെ നിന്നും ഇറക്കാനൊന്നും പറ്റില്ലടാ. എന്നോട് പോലും ചോദിക്കാതെ നീ പകരം വീട്ടാൻ പോയതല്ലേ, അതിൻ്റെ ഫലമായതൊക്കെ. വിശാൽ കണ്ണ് നിറഞ്ഞു നിൽക്കുന്ന സമയത്തിന് ജയബാലൻ പറയാണ്, എന്ത് വന്നാലും അച്ഛൻ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുപോകും. രാത്രിയായാലും ശരി, അച്ഛൻ വരും, നിനക്ക് വേണ്ടതൊക്കെ വാങ്ങിച്ചു തരാം. ബഹളം വെക്കാതെ അവിടെ ഇരിക്ക്. അച്ഛൻ വരും, നിന്നെയും കൂട്ടിക്കൊണ്ട് ഇവിടെ നിന്നും പോവുകയും ചെയ്യും. നീ അത് വിശ്വസിക്ക്. പിന്നീട് കാണിക്കുന്നത് ജയബാലൻ നേരെ സ്നേഹതീരത്തേക്ക് വന്ന് കാവേരി അങ്ങ് ആഞ്ഞു വിളിച്ചു. എല്ലാവരും പുറത്തേക്ക് നോക്കുമ്പോൾ ദേഷ്യത്തോടു കൂടെ തന്നെ അകത്തേക്ക് കയറി വന്ന ജയബാലൻ ചോദിക്കുകയാണ്, എടി കാവേരി, പുറത്തേക്ക് ഇറങ്ങി പാടി. ശാരദയും നിലയും രാധമ്മയും ഗംഗയൊക്കെ അങ്ങോട്ടേക്ക് അകത്തേക്ക് ചെല്ലുമ്പോൾ വിനീത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. എവിടെയടി നിങ്ങളുടെ മകൻ കാവേരി എന്ന് ജയബാലൻ ചോദിക്കുമ്പോൾ, എന്ത് പറ്റി ജയബാലേട്ടാ എന്ന് ശാരദ ചോദിച്ചു. അവളോട് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരാൻ പറ, പുറത്തിറങ്ങി വാടി എന്നൊക്കെ പറഞ്ഞ് അയാൾ ആക്രോശിച്ചു. വിനീത് എഴുന്നേറ്റ് വന്ന് ചോദിക്കാണ്, എന്താ നിങ്ങളുടെ പ്രശ്നം? എന്തിനാ നിങ്ങൾ ഇവിടെ വന്നിട്ട് കിടന്ന് ബഹളം വെക്കുന്നത് എന്നൊക്കെ ചോദിക്കും. വിനീതിൻ്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് തന്നെ ജയബാലൻ ചോദിക്കാണ്, നിന്റെ പേര് കാവേരി എന്നാണോടാ? കാവേരിയോട് വരാൻ പറയടാ. വീണ്ടും അയാൾ കാവേരി ഇങ്ങനെ ഉറക്കെ വിളിക്കുന്നു തുടങ്ങുമ്പോഴേക്കും കാവേരിയും യമുനയും മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നു. ജയബാലൻ അവിടെ വല്ലാതെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുമ്പോൾ അവർ തിരിച്ചും അതേ നാണയത്തിൽ തന്നെ ദേഷ്യത്തോടെ തന്നെ അയാളെ നോക്കി നിൽക്കുന്നുണ്ട്. എല്ലാവരും എന്താ സംഭവമെന്നറിയാതെ നിൽക്കുമ്പോൾ കാവേരി ചോദിക്കാണ്, എന്താ അങ്കിൾ പ്രശ്നം? എന്തിനാ നിങ്ങൾ എൻ്റെ പേരിങ്ങനെ ഉറക്കെ അലമുറയിട്ട് വിളിക്കുന്നത് എന്നൊക്കെ? നിനക്ക് വല്ലാത്ത അഹങ്കാരമാണല്ലോടി. നിങ്ങൾക്കെല്ലാവർക്കും അഹങ്കാരം കൂടിപ്പോയി എന്ന് ജയബാലൻ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. മര്യാദക്ക് സംസാരിക്ക്. നിങ്ങളുടെ പ്രശ്നം എന്താ? എന്തിനാ ഇവിടെ വന്ന് ബഹളം വെക്കുന്നത് എന്ന് വിനീത് ചോദിക്കുമ്പോൾ, ഇത് ചോദിക്കാൻ നീ ആരാടി? അങ്ങോട്ടേക്ക് മാറി നിൽക്കുക എന്ന് പറഞ്ഞ് ജയബാലൻ വിനീതിനെ ഒരൊറ്റ അങ്ങ് തള്ളി അങ്ങ് മാറ്റൂ.
ഉടനെ തന്നെ ശാരദ ഇടപെട്ടു. വിനീത് എൻ്റെ മരുമകനാണ്. അവൻ ചോദിക്കും. അതിനുള്ള എല്ലാ അവകാശവും വിനീതിനുണ്ട്. എന്തിനാ ജയപാലേട്ട ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് ചോദിക്കും. എടി നാണമില്ലേടോ തനിക്ക് ഇവിടെ മരുമകനായിട്ട് കഴിഞ്ഞുകൂടാനേ എന്ന് ജയപാലൻ വിനീതിനെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. അന്നേരം രാധമ്മ പറയാണ്, ജയപാല, എൻ്റെ കൊച്ചുമകൻ എൻ്റെ വീട്ടിൽ തന്നെ താമസിക്കും. അതിന് നിനക്കെന്താടാ പ്രശ്നം? എങ്ങനെയൊക്കെയാലും ഇവൻ ഈ വീട്ടിലെ മരുമകനല്ലേ. ഇവിടെ അങ്ങനെയൊക്കെ അള്ളി പിടിച്ചിരിക്കാൻ ഇവന് ഉളുപ്പില്ലേ എന്ന് ജയപാലൻ വീണ്ടും ആവർത്തിച്ചു. അന്നേരം ഗംഗ ചുത്ത മറുപടി കൊടുക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ സ്വത്ത് ചതിച്ച് സ്വന്തമാക്കുന്നതും പെണ്ണിനെ തട്ടിക്കൊണ്ടുപോകുന്നതുമാണ് വഞ്ചനയും നാണക്കേടും, അല്ലാതെ മരുമകനായിട്ട് ഭാര്യ വീട്ടിൽ താമസിക്കുന്നതൊന്നുമല്ല എന്ന്. ജയപാലൻ ദേഷ്യത്തോടെ ചോദിക്കണേ, നിങ്ങൾ കുടുംബമായിട്ട് പകരം വീട്ടാൻ വന്നിരിക്കുകയാണോ എന്ന്. വിശാലിനെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചതല്ലേ, എൻ്റെ മകൻ്റെ പേരിൽ കംപ്ലൈൻറ്റ് കൊടുത്തതല്ലേടി നീ? കാവേരി പറയാണ്, തെറ്റ് ചെയ്തവൻ അവനല്ലേ, അപ്പോൾ അവനല്ലാതെ വേറെ ആരെയാ പിടിക്കേണ്ടത്? നിങ്ങളുടെ പേര് വേണമായിരുന്നോ കൊടുക്കാൻ? ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു മകനെ ഉണ്ടാക്കിയതിന് നിങ്ങളുടെ പേര് തന്നെയാണ് കൊടുക്കേണ്ടിയിരുന്നത്. നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടില്ലതി എന്നൊക്കെ പറഞ്ഞ് ജയപാലൻ ഭീഷണിപ്പെടുത്തുമ്പോൾ കാവേരി പറയണേ, ഇത്രയൊക്കെ തെറ്റ് ചെയ്തിട്ട് നിങ്ങളിപ്പോഴും ആ പുഷ്പവാടിയിൽ സുഖമായിട്ട് വാഴുകയല്ലേ? അപ്പോൾ പിന്നെ എനിക്കെന്ത് സംഭവിക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഞങ്ങൾക്കാർക്കും പേടിയൊന്നുമില്ല. വിനീതേട്ടന് പേടിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വിനീത് പുച്ഛിച്ച് ചിരിച്ചു. ഈ ജയപാലൻ ആരാണെന്ന് നിങ്ങൾ അറിയാൻ പോകുന്നതേയുള്ളൂ എന്ന് പറഞ്ഞ് അരവിന്ദിൻ്റെ ഫോട്ടോക്ക് വിരൽ ചൂണ്ടിക്കൊടുത്തിന് അയാൾ പറയണേ, എല്ലാം ഇവൻ കാരനാണ്. ഇവൻ എൻ്റെ കൂട്ടുകാരനായതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇപ്പോഴും ഈ പുഷ്പവാടിയിലുള്ളത്. അല്ലെങ്കിൽ എപ്പോഴും നിങ്ങളെ ഞാൻ തെരുവിലങ്ങ് ഇറക്കി വിട്ടേനെ. എൻ്റെ മകനെ നിങ്ങളെല്ലാവരും ചേർന്ന് ജയിലിലാക്കിയില്ലേ? അവൻ അവിടെ നിന്ന് കിടന്ന് കരയാണ്. അവൻ്റെ മനസ്സും ശരീരമൊക്കെ വേദനിക്കുകയാണ്. യമിന് ചോദിക്കുന്നുണ്ട്, അപ്പോൾ എനിക്ക് വേദനയില്ലേ എന്ന്. അവൻ എന്നെ ഫാം ഹൗസിൽ പൂട്ടിയിട്ട് തല്ലിയപ്പോൾ എനിക്ക് വേദനിച്ചില്ലേ? എൻ്റെ കുടുംബത്തെ അപമാനിക്കാനാണ് എന്നെ അവൻ കൊണ്ടുപോയിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടമായില്ലേ? ഞങ്ങളെല്ലാവരും വേദനിച്ചില്ലേ? അതെന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ജയപാലൻ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന സമയത്തിന് കാവേരി ചോദിക്കാണ്, ചോദിച്ചത് കേട്ടില്ലേ? മറുപടി പറ. വിശാലിൻ്റെ കൂടെ പോവാൻ നിന്നോട് ആരാടി പറഞ്ഞത് എന്ന് ജയപാലൻ യമിനോട് ചോദിക്കുമ്പോൾ വിനീത് പറയാണ്, എൻ്റെ മകനെ വിശ്വസിച്ച് ഏത് പെണ്ണിനു കൂടെ പോവാമെന്ന് പറയുന്നവനല്ലേ നല്ല അച്ഛൻ. മകനെ വിശ്വസിച്ച് പോകരുതായിരുന്നു എന്ന് നിങ്ങൾ തന്നെ പറയുന്ന സ്ഥിതിക്ക് അവൻ്റെ സ്വഭാവം നിങ്ങൾക്കും അറിയാമല്ലേ? നിങ്ങളെ ആരെയും ഞാൻ വെറുതെ വിടില്ല എന്ന് ജയപാലൻ വീണ്ടും പറയുമ്പോൾ വിനീതിൻ്റെ പേരിൽ കള്ളക്കേസ് കൊടുക്കാൻ ഞങ്ങൾ സത്യം പറയേണ്ട. നിങ്ങളുടെ പുന്നാരമോൻ കുറച്ച് ദിവസം കൂടി അവിടെ കിടക്കട്ടെ, അപ്പോഴേ അവന് വെളിവ് വരൂ എന്ന് കാവേരി പറഞ്ഞു. പെണ്ണായതുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരം നോക്കി നിന്നത്. ഇല്ലെങ്കിൽ നിന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞ് അടിക്കാൻ വേണ്ടിയിട്ട് കയ്യോങ്ങിയ ജയപാലൻ്റെ കൈ വിനീത് അങ്ങ് കയറി പിടിച്ചു. വിനീത് കൈ പിടിച്ച് താഴ്ത്തിയിട്ട് പറയാണ്, ഇറങ്ങിപ്പോടോ താന്. വീടിനകത്ത് കയറി വന്ന് പെണ്ണുങ്ങളുടെ നേരെ കയ്യോങ്ങുന്നോ? ഇറങ്ങിപ്പോവാൻ എന്ന് പറഞ്ഞാൽ കേട്ടൂടെ തനിക്ക്? നീ ഇതിന് അനുഭവിക്കും. ഇനി നിങ്ങളെല്ലാവരും അനുഭവിക്കും. ശാരദേ, ഈ ജയപാലൻ ആരാണെന്ന് നിങ്ങൾ ഇനി മനസ്സിലാക്കുമെന്നൊക്കെ അയാൾ ഭീഷണിപ്പെടുത്തി. ഹലോ, നിങ്ങളാരാണെന്ന് ഞങ്ങൾ കണ്ടോളാം. ആദ്യം താൻ പുറത്തേക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞ് വിനീത് അയാളെ പുറത്താക്കി. ജയപാലൻ ദേഷ്യത്തോടു കൂടെ തന്നെ പോയപ്പോൾ ജയപാലൻ എന്താ ഇത്രയും പറഞ്ഞു പോയത് എന്ന് ശാരദ ആകുലപ്പെട്ടു. കാവേരി വിശാലിൻ്റെ പേരിൽ കംപ്ലൈൻറ്റ് കൊടുത്തോ എന്ന ഗംഗ ചോദിക്കുമ്പോൾ യമുന എന്തോ പറയാനാഞ്ഞുവെങ്കിലും കാവേരി അവളെ തടഞ്ഞു. ദേഷ്യത്തോടെ ശാരദ ചോദിക്കുകയാണ്, നീ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയല്ലേടി എന്ന്. പോയി കംപ്ലൈൻറ്റ് കൊടുത്തു എന്ന് കാവേരി മറുപടി നൽകി. ശാരദ അവളെ അടിക്കാൻ വേണ്ടി ഓങ്ങിയപ്പോൾ എല്ലാവരും കൂടി തടയാണ്. നിനക്ക് വല്ല വിവരമുണ്ടോ കാവേരി എന്ന് ശാരദ ചോദിക്കുമ്പോൾ അമ്മായി, ജയപാലൻ കള്ളക്കേസ് കൊടുത്തതുപോലെ കാവേരി ഒന്നും ചെയ്തില്ലല്ലോ, അവരുടെ ഭാഗത്തല്ലേ തെറ്റിയെന്ന് വിനീത് കാവേരിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു. അന്നേരം വിനീതേട്ടന് എല്ലാം അറിയാമായിരുന്നില്ലേ എന്ന് ഗംഗ ചോദിച്ചു. യമുന സംസാരിക്കാൻ വരുമ്പോഴേക്ക് കാവേരി അവളെ തടയുന്നുണ്ട്. ഈ പ്രായത്തിലുള്ള പെൺകുട്ടികൾ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങുന്നത് ശരിയാണോ എന്ന് രാധമ്മ ചോദിക്കുമ്പോൾ, ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകുന്നത് ആദ്യമായിട്ടൊന്നുമല്ല അച്ഛമ്മേ. അച്ഛൻ്റെ സ്വത്തുക്കൾ അയാൾ തട്ടിയെടുത്തപ്പോഴും ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോയിട്ടുണ്ട്. ഇപ്പോഴും അയാൾ കാരണമാണ് ഞാൻ അങ്ങോട്ടേക്ക് കയറി പോവേണ്ടി വന്നത്. നിങ്ങളൊക്കെ അയാളോടാണ് ദേഷ്യപ്പെടേണ്ടത് എന്ന് കാവേരി പറഞ്ഞു. നമ്മൾ കംപ്ലൈൻറ്റ് കൊടുക്കേണ്ട എന്ന് വെച്ചതല്ലേ എന്ന് ഗംഗ ചോദിച്ചപ്പോൾ, ഒരു വാക്ക് പോലും പറയാതെ നീ എൻ്റെ ഇഷ്ടത്തിന് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണല്ലോ എന്ന് ശാരദ ചോദിച്ച് കാവേരി തല്ലാൻ നോങ്ങി. എല്ലാവരും കൂടി ശാരദയെ തടുമ്പോൾ കാവേരി ചോദിക്കാണ്, ഞാൻ കള്ളക്കേസ് കൊടുത്തതുപോലെയാണല്ലോ അമ്മ എന്നെ തല്ലുന്നത്. യമുനെ നമുക്ക് തിരിച്ചു കിട്ടിയില്ലേ, അത് അവിടെ വിട്ടാൽ പോരായിരുന്നോ? ഗംഗ ചോദിക്കുമ്പോൾ കാവേരി പറയാണ്, നമ്മൾ വെറുതെ ഇരുന്നാലും അയാൾ വെറുതെ ഇരിക്കില്ലല്ലോ. എന്തിനാ അയാൾ വിനീതേട്ടന് കേസ് കൊടുത്തത്? യമുനയുടെ കാര്യത്തിൽ എന്നേക്കാൾ വലിയ ഉത്തരവാദിത്വം നിനക്കുണ്ടല്ലോ, എന്നോടൊന്ന് ചോദിക്കേണ്ടേ എന്ന് ശാരദ ചോദിക്കുമ്പോൾ വായടച്ച് മിണ്ടാതിരിക്കുകയെന്ന് കാവേരി പറഞ്ഞു. ഗംഗ ചോദിക്കുകയാണ്, നീ എന്തിനാ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നത് എന്ന്. ഞാൻ എന്ത് ചെയ്താലും ഈ വീട്ടിൽ തെറ്റാണ് എന്ന് കാവേരി പറഞ്ഞു. വീട്ടിൽ എന്ത് ചെയ്താലും ഞങ്ങളോടും കൂടി ചോദിക്കണമെന്ന് ഗംഗ പറയുമ്പോൾ, നിങ്ങൾക്കെല്ലാം പേടിയല്ലേ എന്ന് കാവേരി തിരിച്ചടിച്ചു. പേടിക്കണം. ജയപാലിനെ എതിർത്താൽ നമുക്കാണ് പ്രശ്നം. തോട്ടത്തിൻ്റെ കാര്യം ചോദിക്കാൻ പോയതാകൊണ്ടല്ലേ യമുനയെ അവർ കൊണ്ടുപോയത്. ഇനിയിപ്പോൾ വിശാലിനെ ജയിലിലാക്കിയാൽ അവൾ മിണ്ടാതിരിക്കുമോ? ഗംഗ ചോദിച്ചു.
അത് പേടിച്ച് നമ്മൾ മിണ്ടാതിരുന്ന അവർ നമ്മുടെ തലയിൽ കയറി നിറങ്ങും. കാവേരി പറഞ്ഞു. അച്ഛനില്ലാത്ത വീടാണ്, നമ്മളെല്ലാവരും പെണ്ണുങ്ങളാണെന്ന പേടി നിനക്കില്ലേ എന്ന് ശാരദ ചോദിക്കുമ്പോൾ വിനീത് ഇവിടെയുള്ളപ്പോൾ നിങ്ങൾ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് എന്ന് രാധമ്മ ചോദിച്ചു. വിനീതിന് അയാളെ എതിർക്കാൻ പറ്റുമോ എന്ന് ശാരദ ചോദിക്കുമ്പോൾ ഇങ്ങനെ ഭയന്ന് ജീവിച്ച് ഒരു ജീവിതമാണോ അമ്മേ? അവൻ തെറ്റ് ചെയ്തു, അവൻ ജയിലിൽ കിടക്കണം, അതാണ് ശരി. അതിൻ്റെ പേരിൽ എന്ത് വന്നാലും ഞാൻ നോക്കിക്കൊള്ളാമെന്ന് കാവേരി തീർത്തും പറഞ്ഞു. യമുനെ അവിടെ നിന്നും മാറ്റിക്കൊണ്ട് തന്നെ കാവേരി ഇറങ്ങാൻ പോവാൻ നേരം ഗംഗ ചോദിക്കുകയാണ്, വല്ലതും പറഞ്ഞ അപ്പോഴേക്കും വീട്ടിൽ നിന്നും ഇറങ്ങി പോവാനോ നീ എന്ന്. ശാരദ തലയിൽ കൈവച്ച് നിൽക്കുമ്പോൾ വിനീത് അവരെ ആശ്വസിപ്പിക്കുകയാണ്. കാവേരി ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവൾ കംപ്ലൈൻറ്റ് കൊടുത്തത് കൊണ്ട് മാത്രമാണ് എന്നെ സ്റ്റേഷനിൽ നിന്നും ഇറക്കിയത്. വക്കീലുമായി ചേർന്ന് ചെന്ന് വിനീതിനെ ഇറക്കാമെന്ന് തന്നെ നിവിൻ പറഞ്ഞതല്ലേ, നീ അവളെ സപ്പോർട്ട് ചെയ്യാതെ എന്ന് ശാരദ പറഞ്ഞ് അകത്തേക്ക് പോയി. യമുനെ വിനീത് അകത്തേക്ക് വിടുമ്പോൾ ഗംഗ കാവേരിയെ കുറ്റപ്പെടുത്തുകയാണ്. അവൾക്ക് അഹങ്കാരവും ധിക്കാരവും കൂടുതലാണ്, അവൾക്ക് മാത്രമേ ഈ വിനീതിനോട് സ്നേഹമുള്ളൂ എന്നൊക്കെ അവളുടെ വിചാരമെന്ന് ഗംഗ ചോദിച്ചു. വിനീത് ഒന്നും മിണ്ടാതെ നിൽക്കെ ഗംഗ അകത്തേക്ക് പോയി. ജയപാലൻ പുഷ്പവാടിയിൽ നിന്നും ഇറങ്ങിപ്പോയെങ്കിലും അയാളുടെ ഉള്ളിലെ പക ഒരു കാട്ടുതീ പോലെ തന്നെ പടരുന്നുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് തിരിച്ചെത്തിയ അയാൾ തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് വിശാലിനെ പുറത്തിറക്കാൻ കണിഞ്ഞു ശ്രമിച്ചുവെങ്കിലും വിനീതിനെയും കാവേരിയുടെയും കയ്യിലുണ്ടായിരുന്ന ആ ഒരു വീഡിയോ തെളിവുകൾ അയാളെ വഴിമുടക്കി. അതേസമയം സ്നേഹതീരത്ത് ശാരദയും ഗംഗയും കാവേരിയോട് മിണ്ടാതെ തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചുകൊണ്ടിരുന്നു. വീടിനുള്ളിലെ ഈ മൗനം കാവേരിയെ തളർത്തതിനേക്കാൾ ഏറെ വേദനിപ്പിച്ചത് യമുനയുടെ ഭയമായിരുന്നു. രാത്രിയുടെ നിശബ്ദതയിൽ വിനീത് കാവേരിയുടെ അരികിലേക്ക് എത്തി. വിഷമിക്കേണ്ട കാവേരി, നീ ചെയ്തത് ശരിയാണ്, കാലം തെളിയിക്കും. വിനീത് അവളുടെ തോളിൽ തട്ടിക്കൊണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. പിറ്റേന്ന് പുലർച്ചെ സ്നേഹതീരത്തിൻ്റെ പടിക്കൽ ഒരു വലിയ ആഡംബര കാറ് വന്നു നിന്നു. കാറിൽ നിന്നും ഇറങ്ങിയത് ജയപാലനോ വിശാലോതൊന്നും ആയിരുന്നില്ല. അത് അരവിന്ദൻ്റെ പഴയൊരു ബിസിനസ് പങ്കാളിയായിരുന്ന മാധവൻ നമ്പ്യാരായിരുന്നു. ജയപാലൻ തട്ടിയെടുത്ത തോട്ടത്തിൻ്റെ യഥാർത്ഥ രേഖകൾ തൻ്റെ പക്കലുണ്ട് എന്നും അരവിന്ദൻ മരിക്കുന്നതിന് മുൻപ് അത് തന്നെ ഏൽപ്പിച്ചുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയതോടുകൂടെ കാര്യങ്ങളൊക്കെ കീഴ്മേൽ മറിഞ്ഞു. ഈ വാർത്തയറിഞ്ഞ ജയപാലൻ ആകെ തകർന്നുപോയി. വിശാലിന് ജാമ്യം ലഭിക്കില്ല എന്ന് ഉറപ്പായതോടുകൂടി തന്നെ അയാൾ കാവേരിയുടെ കാല് പിടിക്കാൻ തയ്യാറായി സ്നേഹതീരത്തേക്കെത്തി. എന്നാൽ ഇത്തവണ കാവേരി തനിച്ചായിരുന്നില്ല. ശാരദയും ഗംഗയും അവളുടെ പിന്നിൽ കരുത്തോടെ തന്നെ നിന്നു. നീ ഒരു പെണ്ണല്ലേ എന്ന് ചോദിച്ച ജയപാലനോട് ശാരദ ഗർജിച്ചു. അതെ, ഞങ്ങൾ പെണ്ണുങ്ങളാണ്, പക്ഷേ ആൺകരുത്തിനേക്കാൾ വലിയൊരു കരുത്ത് ഇപ്പോൾ ഞങ്ങളുടെ ഈ കുടുംബത്തിനുണ്ട്. അത് സത്യത്തിൻ്റെ കരുത്താണ്. ജയപാലൻ അവിടെ നിന്നും അപമാനിതനായി ഇറങ്ങിപ്പോയി. മാസങ്ങൾക്ക് ശേഷം വിശാൽ ജയിലിലായി. അരവിന്ദൻ്റെ തോട്ടം കാവേരിയും കുടുംബവും തിരിച്ചു പിടിച്ചു. സ്നേഹതീരത്ത് വീണ്ടും ചിരികൾ പടർന്നു. ഗംഗയും വിനീതും ചേർന്നുകൊണ്ട് തന്നെ ആ പഴയ തോട്ടത്തിൽ പുതിയൊരു ജീവിതം പടുത്തുയർത്താൻ തീരുമാനിച്ചു. ഭയമല്ല, മറിച്ച് അനീതിക്കെതിരെ ശബ്ദമുണ്ടാക്കാനുള്ള ധൈര്യമാണ് ഒരു കുടുംബത്തിൻ്റെ യഥാർത്ഥ കോട്ടയെന്ന് കാവേരി തെളിയിച്ചു കഴിഞ്ഞിരുന്നു. അങ്ങനെ ഈ പുഴയും കടന്ന് സീരിയലിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.